ജനിച്ചത് സമ്പന്ന കുടുംബത്തിൽ. അപ്രതീക്ഷിതമായി ന്യൂമോണിയ ബാധിച്ചു. 100 വർഷമായി സുന്ദരിക്കുട്ടി ഇങ്ങനെ കിടക്കുന്നു. കാരണം പിതാവ്. ലോകത്തിലെ ഏറ്റവും സുന്ദരവും സുരക്ഷിതവുമായ മമ്മി. അതാണ് സിസിലിയിലെ കപ്പൂച്ചൻ കാറ്റാകോംസ് ഓഫ് പലേർമോയിൽ സൂക്ഷിച്ചിരിക്കുന്ന റൊസാലിയ ലൊംബാർഡോ എന്ന കൊച്ചുകുട്ടിയുടെ മമ്മി. 1918 ഡിസംബർ 13 ഇറ്റലിയിലെ സമ്പന്ന പ്രഭുകുടുംബത്തിലാണ് റൊസാലിയ ജനിച്ചത്. 1920 ഡിസംബർ 6 ന്യൂമോണിയ ബാധിച്ചു മരിക്കുമ്പോൾ റൊസാലിയയ്ക്ക് 2 വയസ്സ് തികഞ്ഞിട്ടില്ല. കണ്ട് കൊതിതീരും മുമ്പുള്ള മകളുടെ മരണം റൊസാലിയയുടെ മാതാപിതാക്കളെ തളർത്തി. റൊസാലിയയുടെ പിതാവായ മാരിയോ ലൊംബാർഡോ മൃതദേഹങ്ങൾ എംബാം ചെയ്യുന്നതിൽ വിദഗ്ധനായ ആൽഫ്രെഡോ സലാഫിയയെ സമീപിക്കുകയും മകളുടെ മൃതദേഹം കേടുകൂടാതെ സൂക്ഷിക്കാൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഗ്ലിസറിൻ, ഫോർമാലിൻ, സിങ്ക് സൾഫേറ്റ്, സിങ്ക് ക്ലോറൈഡ്, സാലിസിലിക് ആസിഡ് തുടങ്ങിയവയുടെ മിശ്രിതം ഉപയോഗിച്ച് ആൽഫ്രെഡോ സലാഫിയ അതിവിദഗ്ധമായി റൊസാലിയയുടെ മൃതദേഹം എംബാം ചെയ്തു. തുടർന്ന് മൃതദേഹം പലേർമോയിലുള്ള കാറ്റാകോംബിൽ സൂക്ഷിച്ചു. പുരാതന ഇറ്റലിയിൽ ഭൂഗർഭ കല്ലറകളിൽ മൃതദേഹങ്ങൾ അടക്കം ചെയ്തിരുന്നു. ഇതിനെയാണ് കാറ്റാകോംബുകൾ എന്ന് പറയുന്നത്. കാറ്റാകോംബിലെ ഒരു ചെറു ചാപ്പലിൽ സൂക്ഷിച്ചിരിക്കുന്ന റൊസാലിയയുടെ മൃതദേഹത്തിന് ഇപ്പോഴും കേടുപാടുകളൊന്നുമില്ല. മരിച്ചിട്ട് 100 വർഷങ്ങൾ ആകാറായെങ്കിലും ആന്തരിക അവയവങ്ങൾ ഇപ്പോഴും മരണസമയത്തേതുപോലെ തന്നെയാണെന്ന് റൊസാലിയയുടെ മമ്മിയുടെ എക്സ്റേ ഫലങ്ങളിൽ കാണാനാകും. 2009 റൊസാലിയയുടെ മൃതശരീരത്തിന്റെ നിറവ്യത്യാസം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇനി മാറ്റമൊന്നും സംഭവിക്കാതിരിക്കാൻ നൈട്രജൻ അടങ്ങിയ സുരക്ഷിതമായ ഗ്ലാസ് മൂടിയോടുകൂടിയ പെട്ടിയിലാണ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. കൃത്യമായ ഇടവേളകളിൽ റൊസാലിയയുടെ കണ്ണുകൾ അടയുന്നതും തുറക്കുന്നതുമായി ചിലർ പറയുകയുണ്ടായി. എന്നാൽ പ്രകാശം റൊസാലിയയുടെ കണ്ണുകളിൽ പതിക്കുമ്പോൾ സംഭവിക്കുന്ന ഓപ്റ്റിക്കൽ ഇല്യൂഷനാണ് ഇങ്ങനെയൊരു തോന്നലിന് കാരണമെന്ന് ഗവേഷകർ വിശദീകരിക്കുന്നു. പാതി അടഞ്ഞ റൊസാലിയയുടെ കൺപോളകൾക്കിടയിലൂടെ നിർജ്ജീവമെന്ന് തോന്നാത്ത ആ നീല കൃഷ്ണമണികളും കാണാനാകും. സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്നറിയപ്പെടുന്ന റൊസാലിയെ കാണാൻ ആയിരക്കണക്കിന് പേരാണ് ഇവിടേക്ക് എത്തുന്നത്.